ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ്റെ അഹങ്കാരത്തിന് തക്ക മറുപടിയായിട്ട് നമ്മുടെ മീനു കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഈ ആകാശ് അച്ഛന് വേണ്ടി സംസാരിക്കാൻ വരുമ്പം ആകാശിനെ വരച്ച വരയിൽ നിർത്തുവാണ് മീനുവിൻ്റെ ആ ഒരു ഇതിന് മുന്നിൽ നമ്മുടെ ആകാശ് പോലും മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ആനന്ദ് അവിടെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ അതേ മൊബൈലിലൊരു ആപ്പൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഭയങ്കര ശ്രമങ്ങൾ. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു. നമ്മുടെ ആനന്ദ് അതിന് തിരിച്ച് മറുപടി പറയുന്നു. അപ്പോൾ അവരതിനനുസരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആനന്ദ് ഇംഗ്ലീഷ് പഠിക്കുക. അപ്പോൾ ഓരോരോ രീതികളിൽ പറയണം. അതിന് ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ സ്റ്റൈലുണ്ട്, അതിൻ്റേതായ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞ് അവരിങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ ആനന്ദ്. അപ്പോൾ ഇത് കേട്ടോണ്ടാ ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത്. ധർമ്മൻ ഇത് വന്ന് കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താടാ ഇത്, എന്തോന്നാണ് ഇവിടെ നടക്കുന്നത്? ഇംഗ്ലീഷ് ട്യൂഷനാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാൻ പഠിക്കാമെന്ന് വിചാരിച്ചായിരുന്നെന്ന് പറഞ്ഞു. അല്ല, എന്ത് പറ്റി ഇപ്പം ഇത്ര അത്യാവശ്യം? നിന്റെ ഫർണിച്ചർ ഷോപ്പിൽ ഇപ്പോൾ സായിപ്പ് മദാമ്മയ്ക്കാണോടാ കസ്റ്റമേഴ്സായിട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പം അല്ല, അങ്ങനെ ചില സാധ്യതകൾ ഇല്ലാതില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തോന്ന് എന്ന് മാമൻ ചോദിച്ചു. അല്ല, ചില ഫോറിൻ കമ്പനീസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മോനെ ആനന്ദേ, നിന്റെ മാമനല്ലേടാ ഞാൻ. കാള വാല് പൊക്കുന്നത് കാണുമ്പോഴേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പം ആഹാ, മാമനിപ്പോൾ പലചരക്കടയിലെ പണിയൊക്കെ നിർത്തി ഈ പണി തുടങ്ങിയെന്ന് ചോദിച്ചു. അതെ, ഇങ്ങനത്തെ അളിഞ്ഞതുമായിട്ടുള്ള കോമഡിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പറയുന്നത് ഞാനായിരിക്കണമെന്ന് അത്ര ഉണ്ട് കേട്ടോടാന്ന് പറഞ്ഞു ധർമ്മൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയാം. എന്തൊക്കെ പ്രഹസനമായിരുന്നു. കാഷായം ധരിക്കുന്നു, കുറി വരയ്ക്കുന്നു, ആഞ്ജനേയ സ്വാമിയുടെ നടയിൽ പോയി കൂടിയിരിക്കുന്നു. അയ്യോ, ഭാവവും വർത്തമാനവും ഒക്കെ ആണെങ്കിൽ താനി ബ്രഹ്മചാരി, എന്നിട്ടിപ്പോൾ താനി പെൺകുന്തനായി പോയല്ലോടാ നീ എന്ന് പറഞ്ഞപ്പം മാമ അനാവശ്യം പറയരുത് കേട്ടോ, മാമനാണെന്ന് ഞാൻ നോക്കത്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ എന്ന് പറഞ്ഞു. നിനക്ക് കാണിക്കാം, എനിക്ക് പറയാനാ പറ്റാത്ത അല്ലേടാ എന്ന് ചോദിച്ചു. പൂച്ച സന്യാസി, നിങ്ങളിത് എന്തൊക്കെ അറിഞ്ഞിട്ട് ഈ തുള്ളുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ആനന്ദ് പറയുമ്പം എനിക്ക് എല്ലാം മനസ്സിലായെന്ന് ധർമ്മൻ. നീ ആ ഇംഗ്ലീഷുകാരെ കണ്ടിട്ടല്ലേടാ നിൻ്റെ ഈ വാല് മുറിഞ്ഞുള്ള ഓട്ടോ ഇംഗ്ലീഷ് പഠിത്തമൊക്കെ എന്ന് ആനന്ദിനോട് ചോദിച്ചപ്പം ഒന്നും മിണ്ടുന്നില്ല. അതെ, എനിക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ള ഭാവത്തിൽ അവൻ്റെ ഒരു ഭാവാഭിനയം ഏറ്റു പോടാന്ന് പറഞ്ഞു. അതെ, ഇതൊന്നും ചെന്ന് അച്ഛനോട് ഇവിടെ ആരോടും പറയരുത് കേട്ടോ മാമാന്ന് പറഞ്ഞപ്പം ശരി, ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? മാമൻ നന്നായി ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ, നീ കൂടുതൽ സുഖിപ്പിക്കുകയൊന്നും വേണ്ട. ഇതിനേക്കാളും നന്നായി ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും വരെ പറയാൻ എനിക്കറിയാം. അതൊക്കെ വിട്, നീ അത് വിട്ടുകള. ഇപ്പം നിന്നെ നാറ്റിക്കാതിരുന്നാൽ നീ എന്ത് കിട്ടും എനിക്കത് പറയാൻ പറഞ്ഞു. എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? എടാ, നിൻ്റെ കല്യാണം കഴിഞ്ഞ് അളിയനോട് ഞാൻ എൻ്റെ കല്യാണക്കാര്യം പറയും. അപ്പം ചെറുതായിട്ട് നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അത് സൂക്ഷിച്ച് നോക്കിയാൽ മൂക്കി കൂടെ പല്ല് ചാടിയിരിക്കുന്നത് കാണാലോ മാമ. നിങ്ങൾക്കൊക്കെ ആര് പെണ്ണ് തരാനാണെന്ന് ആനന്ദ് മനസ്സിലിങ്ങനെ പറഞ്ഞപ്പോഴേക്കും മാമനെങ്ങനെ എത്തി വലിയ നോക്കാം. എന്തോ നാടാ നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ടേ മാമൻ്റെ കല്യാണം നടക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ വല്ലതൊക്കെ ഉണ്ട് ആലോചിക്കായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ അങ്ങേറ്റ് പോയി. ആകാശ് വീണ്ടും ഇരുന്ന് പഠിത്തം തുടങ്ങി. അങ്ങനെ പഠിത്തമാണ് അവിടെ. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ്റെയും അതുപോലെ മിത്രയുടെയും വീടാണ്. മിത്ര ഇരുന്ന് പഠിത്തം, ആര്യൻ നല്ല ഉറക്കം കേട്ടോ. പക്ഷെ ഉറക്കത്തിലെ ആര്യന് കൈക്ക് ഭയങ്കര വേദന. ആര്യനിങ്ങനെ കൈയൊക്കെ തിരുമ്മി ഇങ്ങനെ ഭയങ്കര മുരളുന്നൊക്കെ ശബ്ദം കേൾപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ മിത്ര ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ആര്യനിങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊളയുന്നത് കണ്ടു. അപ്പോൾ വെറും തറയിലും കൂടിയല്ല കിടക്കുന്നത്. അപ്പോൾ ആര്യനൊട്ടും പറ്റുന്നില്ല. പെട്ടെന്ന് മിത്ര ചെന്ന് ആര്യൻ്റെ അടുത്തിരുന്നു. ആര്യ എന്ന് പറഞ്ഞ് വിളിച്ചു. ആര്യൻ കണ്ണ് തുറന്ന് നോക്കി. എന്താ ആര്യ പറ്റിയേ? എന്താ ഷോൾഡർ പെയിൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. കള്ളം പറയാൻ ഇങ്ങനെ നോക്കല്ലേ ആര്യ, എന്തിനാ കള്ളം പറയുന്നേ? ഒരുപാട് ലോഡ് എടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആവും അല്ലേ ആര്യ നീ ചോദിച്ചപ്പോൾ ആര്യനൊന്നും മിണ്ടുന്നില്ല. അതൊന്നും സാരമില്ല, നീ പോയിരുന്നു പഠിക്കാൻ പറഞ്ഞു. സാരമുണ്ട്, എനിക്ക് സാരമുണ്ട്, ഞാൻ ബാം പുരട്ടി തരട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് നല്ല ഷോൾഡർ പെയിൻ ഉണ്ട്, ഞാൻ ബാം പുരട്ടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഇങ്ങനെ പറയുമ്പോൾ ആര്യൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷെ ആര്യൻ ഇങ്ങനെ ഇടത്തൂടായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് സങ്കടം വരുന്നുണ്ട്. മിത്ര അന്നേരം ഇരുന്ന് കരഞ്ഞു. എനിക്ക് വേണ്ടിയല്ലേ ആര്യൻ ഇതുപോലൊക്കെ കഷ്ടപ്പെടുന്നേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ സത്യം പറഞ്ഞാലും നുണ പറഞ്ഞാലും ഞാൻ തന്നെ ഈ വേദന അനുഭവിക്കണ്ടേ എന്ന് ആര്യൻ ചോദിക്കാം. നിനക്ക് ഈ വേദന പങ്കിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ ഞാനത് പറഞ്ഞ് തന്നെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ പങ്കിട്ടെടുക്കാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞത് എന്ന് മിത്ര ചോദിക്കാം. ആ ഷർട്ട് ഒന്ന് ഊരി കളഞ്ഞിട്ട് എവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മിത്ര ഏൽക്കുമ്പോൾ എന്തിനാന്ന് ചോദിച്ചു ആര്യൻ. പറഞ്ഞതനുസരിച്ചോളണം, അവിടെ ഇരിക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ എനിക്ക് പഠിത്തവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര്യൻ പെട്ടെന്ന് മിത്രയുടെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. അങ്ങനെ പറയരുതെന്നും പറഞ്ഞുകൊണ്ട്
അപ്പം ഇത്ര ഇങ്ങനെ നോക്കുക അന്തം വിട്ട്. പെട്ടെന്ന് ആര്യൻ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആരും കേൾക്കണം എന്ന് പറഞ്ഞു. അതെ, പെട്ടെന്ന് അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഞാൻ ചെന്ന് സോറി, ഞാനല്ലേ ആര്യനോട് സോറി പറയേണ്ടതെന്ന് മിത്ര അന്നേരം ചോദിക്കാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറച്ചിലായി. ആര്യൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചിട്ട് എൻ്റെ ഇതിൻ്റെ പേരിലാണെങ്കിലും പഠിത്തം വേണ്ട എന്ന് ഞാൻ പറയരുതായിരുന്നല്ലോ എന്ന് മിത്ര അന്നേരം ആര്യനോട് പറയാം. സോറി ആര്യ, സോറി എന്നും പറഞ്ഞുകൊണ്ട് മിത്രയും സോറി പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇക്കാര്യമൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ മിത്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആര്യൻ നേരം ബനിയനൊക്കെ ഊരിയിട്ട് അവിടെ ഇരിക്കുക. പിന്നെ മിത്ര വേഗം പോയി ബാം എടുത്തുകൊണ്ട് വന്നു, തൂത്തു, എന്നിട്ട് ചൂട് വെച്ച് കൊടുക്കുന്നു ആര്യൻ്റെ വേദനയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിത്ര ആര്യന് വേണ്ടുന്നൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചൂട് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ല സുഖമുണ്ട് എന്ന് ആര്യൻ ഇങ്ങനെ മിത്രയോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ചൂട് പിടുത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ മിത്ര റൂമിലേക്ക് പോയി. ആര്യനാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ മിത്രയെ പറ്റി ആലോചിച്ചു. പിന്നെ അവിടെ കിടന്നു. മിത്രയ്ക്കാണെങ്കിൽ അവിടെ പോയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ആര്യനെ പറ്റിയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കാൻ നോക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉദയഭാനുവിൻ്റെ വീടാട്ടോ. ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് ഒരു ചേട്ടനെ കൊണ്ടുവന്നേക്കുക. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുങ്ങിക്കെട്ടി വന്നു, മക്കളും ഭാര്യയും കൂടി. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നമസ്കാരമൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ഉദയഭാനു ഭാര്യയോടും മക്കളോടും ചോദിച്ചു. അപ്പോൾ ഇതാരാ ഉദയേട്ടാ? അപ്പോൾ പേര് പറഞ്ഞു, പക്ഷെ എൻ്റെ നാക്കിൽ നിൽക്കുന്നില്ല. മാഷ് തന്നെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ മാഷെ. അപ്പം ഷാരൂഖദൻ എന്ന് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും കൊള്ളാം, നല്ല പേര്, ഈ ജന്മത്തെങ്ങും ഞാൻ പഠിച്ചെടുക്കുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീകളെ ഇങ്ങനെ പറയുമ്പോൾ മിണ്ടാതിരിടി എന്ന് പറഞ്ഞു ഉദയഭാനു. ഇദ്ദേഹം ആരാണെന്ന് നിനക്ക് അറിയാവോ? ആരാ എടി? ഞാൻ പറഞ്ഞില്ലേ ദേവി മോളെ സംഗീതം പഠിപ്പിക്കാൻ വന്ന മാഷാണെന്ന്. ആണോ? അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുമ്പം ദേവി ഇങ്ങനെ കണ്ണും വീഴ്ച നിൽക്കുക. മോളെ, മാഷു പറയുന്നതേ ക്ലാസ് ഇന്ന് മുതൽ തുടങ്ങണമെന്നാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നോ? എന്താ ഇന്നെന്താ കുഴപ്പം? ഇന്ന് വേണ്ട, അടുത്ത ദിവസം മുതൽ മതി അമ്മേ, ഇന്ന് തന്നെ വേണം, ഇപ്പം തന്നെ തുടങ്ങണമെന്നു അമ്മ. അത് പിന്നെ മാഷേ, അതെ ഇവളെ എത്രയും പെട്ടെന്ന് ഒരു ജാനകിയെങ്കിലും ആക്കണമെന്ന് പറഞ്ഞപ്പോൾ മാഷേ ഞങ്ങൾക്ക് 4 ആൾക്കാരുടെ മുന്നിലൊന്ന് ഞെളിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു സംഗീതം പഠിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാമെന്ന്? മാഷ് തിരിച്ച് ചോദിക്കാം. അങ്ങനെയാണല്ലോ, ഒരു പാട്ട് പാടാൻ കഴിവുള്ള ആളാണെങ്കിലേ എവിടെയെല്ലാം പോയി ഷൈൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരം ഷൈനിങ് ഉള്ളതല്ല ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇവർ മാഷിനോട് ദേഷ്യപ്പെടുക. അവർ പിന്നെ മാഷിനെ ഇട്ട് പേടിപ്പീരായി, പിന്നെ ദേവിയെ പഠിപ്പീരായി. അവരുടെ ജീവിതം ആ ഒരു വഴിക്ക് അങ്ങനെ അങ്ങ് പോണു. അതേസമയം പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ വീടാണ്. ആര്യൻ്റെ വീട്ടിൽ മിത്രയും കൂട്ടുകാരിയും കൂടി ഇരുന്ന് സംസാരിക്കുക. അങ്ങനത്തെ മിത്ര കൂട്ടുകാരിയോട് ഈ കാര്യങ്ങളെല്ലാം പറയും. ഇത് കേട്ടപ്പോൾ കൂട്ടുകാരിക്കും ആകെ പേടിയായി. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഇതുപോലൊരു പേടി എനിക്ക് ഉണ്ടായിട്ടില്ല. നീ മിഥുൻ്റെ കാര്യം അറിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. നീ ആ നമ്പർ തന്നെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. കൂട്ടുകാരി ഇങ്ങനെ നമ്പർ മേടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മിത്ര നമ്പർ കൊടുത്തു. പക്ഷെ അവനത് കടിച്ച് അവച്ച് തുപ്പിക്കളഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്പർ പോലും ഇപ്പം നിലവിലില്ലെന്ന് പറഞ്ഞു. പക്ഷെ മിത്രയ്ക്ക് ടെൻഷനാണ്. മിഥുനാ വിളിച്ചതെങ്കിൽ എനിക്ക് ആകെ ടെൻഷൻ ആവുകയാണെന്ന് പറഞ്ഞു. അതിനർത്ഥം അവൻ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നു പെണ്ണെ, നീ ഇങ്ങനെ ഓവർ തിങ്കർ ആവാതെ വെറുതെ ഇങ്ങനെ വാരി വലിച്ച് ആലോചിച്ചിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പേടിക്കണ്ടേ? ഞാൻ പേടിച്ചല്ലേ പറ്റൂ. എന്ത് ചെയ്യാനും മടിക്കാത്ത ദുഷ്ടനവൻ. നീയും അവനെ എന്ത് ചെയ്യാനും മടിക്കില്ല എന്നുള്ളത് മനസ്സിലങ്ങ് വിചാരിച്ചേക്കണം. പഴയ കാലമൊന്നും അല്ല മോളെ. പോലീസും നിയമവും കോടതിയും ഒക്കെ പെണ്ണിൻ്റെ വാക്കിന് നല്ല വില കൊടുക്കുന്ന നാടായത്. പിന്നെന്തിനാ നീ പേടിക്കുന്നേ എന്ന് കൂട്ടുകാരി മിത്രയോട് ചോദിക്കുക. അവൻ നിനക്കെതിരെ വന്നാൽ അവനാണ് കുഴപ്പം, നിനക്കൊന്നുമല്ല. അത് നീ ആദ്യം മനസ്സിലാക്കാനും കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൂട്ടുകാരിയുമായിട്ടിരുന്ന് സംസാരിച്ച് മിത്ര ഇതിനുള്ളൊരു വഴി തേടുവാണ്. ഈ സമയത്ത് നമ്മുടെ ദേവി അവിടെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയേക്കുക കേട്ടോ. ആ മാഷ് പറഞ്ഞു കൊടുക്കുന്നൊന്നും ദേവിക്ക് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യാനായിട്ട് പറഞ്ഞു. ദേവി അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി വീഴുക. ആ സമയത്ത് നമുക്ക് തുടങ്ങാം, അപ്പോൾ എന്താണ് സംഗീതം ഒന്ന് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ മാഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവരാണെങ്കിൽ ഇരുന്ന് അവർക്ക് ആ മാഷിന് ദേഷ്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അച്ഛനും അമ്മയും കൂടി. അതെ, മകള് പാട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടുന്ന് പോകണം, എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മാഷ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നാ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ എന്ന് ദേവിയോട്. എന്നിട്ട് മാഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും കാളരാഗം പോലെ നമ്മുടെ ദേവി ഇങ്ങനെ പാടുവാട്ടോ. അത് കേട്ടപ്പോൾ മാഷ് ദൈവമേന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ മാഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ദേവിയും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പോവുക. അപ്പോൾ കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു ദേവി. ഓ ശരി,
എങ്ങനെയുള്ള പാട്ടുകളാണ് മോൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നുമില്ല, പാട്ട് ഞാൻ കേൾക്കും, അത്രേ ഉള്ളൂ ഒന്നിങ്ങനെ ദേവി പറഞ്ഞു. എന്നാ മോൾക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള ഒരു പാട്ടൊന്ന് പാടിക്കുക, അതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി പാടാൻ തുടങ്ങി. പാടിട്ട് അമ്മേ അപ്പോൾ പെട്ടെന്ന് പാടാൻ പറഞ്ഞ് അമ്മയും പറഞ്ഞു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ദേവി അവിടെ നിന്നൊരു പാട്ടൊക്കെ പാടി. അങ്ങനെ നമ്മുടെ ദേവിയുടെ പാട്ട് കേട്ടപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ കൈ കൊട്ടി ഇങ്ങനെ ഇതിന് ഇതാക്കിക്കൊണ്ടിരിക്കുക. മാഷ് തലേ കൈ വെച്ചു. അത്തിപ്പൊത്തിലേ എന്നും പറഞ്ഞ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തിക്കോളാൻ പറഞ്ഞു മാഷ്. അപ്പോഴേക്കും അമ്മ ചോദിച്ചു, അതെന്തിനാ എൻ്റെ മോളുടെ പാട്ട് നിർത്തിച്ചേ, അത് നല്ല പാട്ടില്ലായിരുന്നു, ഞാൻ ആസ്വദിച്ച് വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടിക്ക് സംഗീതത്തിൻ്റെ ABCD അറിയില്ല എന്ന് മാഷ് പറഞ്ഞു. അപ്പം അത് പഠിപ്പിക്കാനല്ല നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് ഉദയഭാനു മാഷിനോട് ചോദിക്കുമ്പോൾ സംഗീതം പഠിപ്പിക്കാനേ പറ്റൂ, പക്ഷേ അതിനുള്ള ചില ബേസിക് സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം സംഗതി അതൊന്നും അല്ലടോ, പഠിതാവിൻ്റെ ബുദ്ധിശക്തി, പിന്നെ ബേസിക് ശ്രദ്ധ, നിയന്ത്രണം, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ജന്മഗുണവും കൂടി വേണമെന്ന് ആ മാഷ് പറയുന്നത് കേട്ടപ്പോഴേക്കും എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുക. മാഷിൻ്റെ കാര്യത്തിൽ ഏകദേശം ഏതാണ്ടൊക്കെ തീരുമാനമായി. അങ്ങനെ നല്ല രസകരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അങ്ങ് കഴിഞ്ഞു. ഏതായാലും ബാലൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന മരുമകളും കുടുംബവും നല്ല ബഹുത്ത് കേമമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആ കള്ളക്കളി പൊളിച്ചു കൊടുക്കാൻ ഒരാൾക്കേ കഴിയുള്ളൂ, അത് നമ്മുടെ മീനുവിനാണ്. പക്ഷെ മീനുവിനെ മുളയിലേ നുള്ളാനാണ് നമ്മുടെ ബാലൻ ശ്രമിക്കുന്നത്. ബാലൻ അങ്ങനെ ശ്രമിക്കും തോറും മീനു കരുത്ത് ആർജിച്ച് വരുന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ബാലൻ മകനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, അതായത് ആനന്ദാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ എല്ലാവരെയും കളിയാക്കിയും കൊച്ചാക്കി കണ്ടും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഈ സമയത്ത് അച്ഛൻ പോലും അറിയാതെ തൻ്റെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ആനന്ദ് രഹസ്യ വഴിയിലൂടെ, കുറുക്ക് വഴിയിലൂടെ, അതായത് നമ്മുടെ ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ബാലന് മുട്ടം പണി തന്നെയാണ് ആനന്ദ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു അടിപൊളി എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.